അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ വാഖിഅയാണ് നമ്മൾ തജ്വീദ് സഹിതം ഓതി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 64 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് 65-ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗ നശാഉ ലജഅൽനാഹു ഹുതാമൻ ഫളൽതും തഫക്കഹൂൻ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. ലൗ നശാഉ, ഇവിടെ നോക്കൂ, നശാഉ ഒറ്റ പദത്തിൽ മദ്ദക്ഷരത്തിന്റെ കൂടെ ഒറ്റ പദത്തിൽ ഹംസ വന്നു. ഇവിടെ ഒരു നിയമം ഉണ്ടല്ലോ. ഇവിടെ എത്രയാണ് ദീർഘിപ്പിക്കേണ്ടത്? ഇവിടെ നമ്മൾ 4 അല്ലെങ്കിൽ 5 ഹറക്കത്തിന്റെ ടൈം നമ്മൾ നീട്ടി ഓതണം അല്ലെ. ഇതിനൊരു പേരും പറയും. എന്തായിരുന്നു? മദ് മുത്തസിൽ. മദ് മുത്തസിലാണ്. ഓക്കെ, അപ്പൊ 4 അല്ലെങ്കിൽ 5 അനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ലജഅൽനാഹു, ലജഅൽ ഐന് ശ്രദ്ധിക്കണം കേട്ടോ. ലജഅൽനാഹു ഹുതാമൻ, ഹുതാ തോ എന്നുള്ള ലെറ്റർ ഉയർത്തി പറയേണ്ട ഒരു ലെറ്റർ ആണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഹുതാമൻ താ ആയി പോരുത്. ഹുതാമൻ, ഹുതാ. ഓക്കെ, അതുപോലെ ഹു അല്ല, ഹുതാ അല്ല, ഹു ഹു ഹ ആണ്. ഹ എന്നുള്ള അമ്മ വരുമ്പോൾ ഹു ഹുതാമൻ. ഇവിടെ നോക്കൂ, 2 ഫത്ഹ വേറെ വേറെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ മെൻ എന്ന് വ്യക്തമാക്കി ഓതില്ല. എന്ത് ചെയ്യണം? ഇവിടെ മറച്ച് മണിച്ചോദണം. നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിനാണ് മറച്ച് മണിച്ചോതുക എന്ന് പറയുന്നത്. ഇതിനൊരു പേരും ഉണ്ടല്ലോ. എന്തായിരുന്നു അല്ലേ? എന്താണ് പേര് പറയാ? ഇഖ്ഫ, ഇഖ്ഫ. അപ്പോൾ ഇവിടെ നമ്മൾ ഇഖ്ഫ ചെയ്യണം, മറച്ച് മണിച്ചോദണം. ഓക്കെ, മെൻ എന്ന് വെളിവാക്കാതെ മറച്ചു പിടിച്ച് മണിച്ചോതുക. ഓക്കെ, ഫളൽതും, ഫളൽതും തഫക്കഹൂൻ. കാഫിന്റെ മുകളിൽ ശബ്ദ ഉണ്ട്. തഫക്ക എന്ന് മലയാളത്തിൽ പറയും പോലെ ക ഇല്ല കേട്ടോ. ക ക. ഓക്കെ, തഫക്കഹൂൻ നീട്ടി ഓതുക കേട്ടോ. 66-ാമത്തായ ഇന്നാ ലമുഗ്റമൂൻ, ഇന്നാ ലമുഗ്റമൂൻ. ഇന്നാ നൂന് ശബ്ദ വന്നിട്ടുണ്ട്. നൂനും മീമിനും ശബ്ദ വന്നാൽ നന്നായിട്ട് മണിച്ചെടുക്കണം എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇവിടെ നന്നായിട്ട് മണിക്കുകയും വേണം, 2 അനക്കം നീട്ടുകയും വേണം. അലിഫ് മദ് വന്നിട്ടുണ്ടല്ലേ കൂടെ. ഇന്നാ ലമുഗ്റമൂൻ, ലമുഗ് ഗൈൻ, നമ്മൾ ഗാർഗിൾ ചെയ്യുന്ന സൗണ്ട് ഗൈന് സുക്കൂന് വന്നാൽ നമ്മൾ ഹഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ. മുഗ്റമൂൻ, മുഗ്റമൂൻ അല്ല കേട്ടോ. മുഗ്റമൂൻ. ഇനി ഫതഹ വരുമ്പോ ശബ്ദം റായല്ല, റോ. ഓക്കെ, മുഗ്റമൂൻ, മുഗ്റമൂൻ. ഓക്കെ, അടുത്തതായിട്ട് 67-ാമത്തെ ആയത്ത്. ബൽ നഹ്നു മഹ്റൂമൂൻ, ബൽ നഹ്നു മഹ്റൂമൂൻ. ബൽ ലാമിനൊക്കെ സുക്കൂന് വന്നാൽ ഹഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ബൽ നഹ്നു, ഹന് സുക്കൂൻ, ഹഫ് സുക്കൂൻ, നഹ്നു. ബൽ നഹ്നു മഹ്റൂമൂൻ. ഇവിടെയും ഹന് സുക്കൂന് വന്നിട്ടുണ്ട്. മഹ്റൂമൂൻ എന്ന് ഓതരുത് കേട്ടോ. മഹ്റൂമൂൻ. റൂ എന്ന് പറയുമ്പോൾ റോന്റെ കൂടെ എന്താണ്? ഓ മദ് വന്നിട്ടുണ്ട്. 2 അനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. മഹ്റൂമൂൻ. അവസാനത്തിൽ വഖഫ് ചെയ്യായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 2 അനക്കം മുതൽ 6 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കൂലേ. ഓക്കെ, അടുത്തതായിട്ട് 68-ാമത്തെ ആയത്ത്. أفرأيتم الماء
الذي تشربون അഫറ ഇവിടെയൊക്കെ റോനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അഫറ ഐത്തു അല്ല, അഫറ. ഓക്കെ, അഫറഅയ്തുമുൽ മാഅ. ഒറ്റ പദത്തിൽ മദ്ദിന് ശേഷം ഹംസ വന്നു. മദ് മുത്തസിൽ. 4 5 അനക്ക് നീട്ടി ഓതി കൊടുക്കുക കേട്ടാ. മാഅല്ലദീ. ലാമിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ ലാമിനെ. മാഅല്ലദീ. ദാലിന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്, 2 അനക്ക് നീട്ടി കൊടുക്കുക. മാഅല്ലദീ തശ്റബൂൻ. തഷ് ഷിന് സുക്കൂന് വന്നു, ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. തശ്റബൂൻ നീട്ടി ഓതുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.